ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ആത്മനിർഭർ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആത്മനിർഭർ, നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആത്മനിർഭർ ഇതൊരു ഹിന്ദി വേർഡാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെൽഫ് റിലയന്റ് എന്നാണ്. ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാവുക, അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈസ് എ ടേം പോപ്പുലറൈസ്ഡ് ഇൻ ഇന്ത്യ ത്രൂ ദ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇനിഷ്യേറ്റീവ്. അതായത് ഈ ഒരു ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിലൂടെയാണ് ഈ ടേം പോപ്പുലറൈസ് ആയത്. ഓക്കെ, ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇൻ മെയ് 2020. 2020 മെയ്യിലാണ് നമ്മുടെ ബഹുമാന്യനായ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇത് ലോഞ്ച് ചെയ്തത്, ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ദ ടേം എംബോഡീസ് ദ ഐഡിയ ഓഫ് മേക്കിംഗ് ഇന്ത്യ എക്കണോമിക്കലി സെൽഫ് സഫീഷ്യന്റ്. അതായത് ഇന്ത്യയെ എന്താക്കി മാറ്റുക? എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റുക. വേറെ ആരെയും മറ്റു രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കാതെ സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റുക. എങ്ങനെ? ബൈ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ട്സ്. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുക. സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, അത് മാത്രമല്ല ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതായത് ഇമ്പോർട്ട്, അത് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചിട്ട് ആ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുക. ആൻഡ് പ്രൊമോട്ടിംഗ് ലോക്കൽ പ്രൊഡക്ട്സ് ആൻഡ് ഇന്നോവേഷൻസ്, അതായത് ലോക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, പുതിയ കണ്ടെത്തലുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എക്കണോമിക് റെസിലിയൻസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ഡൗൺ ടേൺ, എക്കണോമിക് ആയിട്ട് ഡൗൺ ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ഒരു കഴിവാണ് എക്കണോമിക് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് ബൂസ്റ്റിംഗ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഏതിനെ ബൂസ്റ്റ് ചെയ്യുക? ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെയും ഇൻഡസ്ട്രീസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുക, വ്യവസായങ്ങളെയൊക്കെ ബൂസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ടു ഹാൻഡിൽ ഗ്ലോബൽ ചലഞ്ചസ്, അതായത് ഗ്ലോബൽ ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ, അതിന് കുറച്ചുകൂടെ വില കുറച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ കൺട്രീസിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ചലഞ്ചിനെ നേരിടുക, അത് ഹാൻഡിൽ ഗ്ലോബൽ ചലഞ്ചസ് ഇൻഡിപെൻഡന്റ്ലി, സ്വതന്ത്രമായിട്ട് നേരിടുന്നതാണ് ഈ എക്കണോമിക് റെസിലിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് സപ്പോർട്ട് ഫോർ MSMEs. നമുക്കറിയാം മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. സ്ട്രെങ്തനിങ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ത്രൂ ഫൈനാൻഷ്യൽ ആൻഡ് പോളിസി അസിസ്റ്റൻസ്, അതായത് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് പോളിസി അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അടുത്ത് പറയുന്നത് സെൽഫ് സഫിഷ്യൻസി ഇൻ കീ സെക്ടേഴ്സ് ആണ്. കീ സെക്ടേഴ്സിൽ സെൽഫ് സഫിഷ്യന്റ് ആവുക. അതായത് ഏതൊക്കെയാണ്? പ്രൊമോട്ടിംഗ് ലോക്കൽ പ്രൊഡക്ഷൻ ഇൻ ഡിഫൻസ്, അതായത് ഡിഫൻസിൽ വേണ്ട എല്ലാ രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, അതാണ് കീ സെക്ടർ, ഒന്നാമത്തെ കീ സെക്ടർ. അടുത്ത ഇലക്ട്രോണിക്സിൽ സെൽഫ് സഫിഷ്യന്റ് ആവുക, ഫാർമസ്യൂട്ടിക്കൽസിൽ ആൻഡ് റിന്യൂവബിൾ എനർജി, ഇതിലെല്ലാത്തിലും സെൽഫ് സഫിഷ്യന്റ് ആവുക. ഇതെല്ലാം കീ സെക്ടേഴ്സ് ആണ്. ഓക്കെ, അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അടുത്തത് എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ് ആണ്. അത് മറ്റു രാജ്യങ്ങളോട് കമ്പീറ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഹാൻസിങ് ഇന്ത്യസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് ഹബ്ബ്. ഇന്ത്യയുടെ പൊസിഷൻ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് ഹബ്ബാക്കി മാറ്റുക, മറ്റു രാജ്യങ്ങളോട് മത്സരിക്കുക. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട കമ്പോണൻസ് നോക്കാം. കമ്പോണൻസ് ഓഫ് ദ ഇനിഷ്യേറ്റീവ്സ്, അതായത് പ്രധാനമായിട്ടും 5 പില്ലേഴ്സ് ആണ് ഇതിനുള്ളത്. അതായത് ദ ഇനിഷ്യേറ്റീവ് ഈസ് സ്ട്രക്ചേർഡ് അറൌണ്ട് 5 കീ പില്ലേഴ്സ്. അതിൽ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് എക്കണോമിയാണ്. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് എ മോഡേൺ ആൻഡ് റെസിലിയന്റ് എക്കോണമി, ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു എക്കോണമി സൃഷ്ടിക്കുക, അങ്ങനെ ഒരു എക്കോണമി ക്രിയേറ്റ് ചെയ്യുക. റെസിലിയന്റ് നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കഴിവുള്ള പ്രാപ്തമായിട്ടുള്ള ഒരു എക്കോണമി കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ? ബിൽഡിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഡിസൈൻസ്, കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന, കൂടുതൽ സേഫ്റ്റി കിട്ടുന്ന, പെർഫോമൻസ് കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളെയാണ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്ക് എത്തിക്കുക. അതൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെയാണ് ഉള്ളത്. അടുത്തത് ടെക്നോളജി ഡ്രിവൺ സിസ്റ്റംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ടെക്നോളജി ടു ഡ്രൈവ് ഇന്നോവേഷൻ, ടെക്നോളജി ഉപയോഗിച്ചിട്ട് പുതിയ കണ്ടെത്തലുകൾ നടത്തുക ആണ് ഈ ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ഡെമോഗ്രഫി. അതായത് നമുക്കറിയാം ഡെമോഗ്രഫി എന്ന് പറയുന്നത് പോപ്പുലേഷനെ കുറിച്ചുള്ള, ജനസംഖ്യയെ കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രഫി. അപ്പോൾ അതിലെന്താണ് വരുന്നത്? ലിവറേജിങ് ഇന്ത്യസ് ലാർജ് വർക്ക് ഫോഴ്സ് ആൻഡ് യൂത്ത് പോപ്പുലേഷൻ. അതായത് ഇന്ത്യക്ക് ഇഷ്ടംപോലെ ഉള്ളത് വർക്ക് ഫോഴ്സ് ആണ്. ഇപ്പോൾ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ വർക്ക് ഫോഴ്സിനെ എന്താക്കുക? കൂടുതൽ പ്രാപ്തരാക്കി മാറ്റുക, യുവജനങ്ങളെ പ്രാപ്തരാക്കി മാറ്റുക, പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് ഡിമാൻഡ് ആണ്. ഫോസ്റ്ററിങ് ഡൊമസ്റ്റിക് ഡിമാൻഡ്, അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇന്ത്യയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടുക. ആൻഡ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇന്ത്യ ഒരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു. ഇതിന് വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ എന്ന് പറയും. അതായത് ദ ഇനിഷ്യേറ്റീവ് എൻകറേജസ് സിറ്റിസൺസ്, അതായത് സിറ്റിസൺസിനെ, ഇന്ത്യയിലുള്ള പൗരന്മാരെ എൻകറേജ് ചെയ്യുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇതിന് വേണ്ടിയിട്ട് ടു സപ്പോർട്ട് ലോക്കൽ ബിസിനസ് ത്രൂ അതായത് ലോക്കൽ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പയിനിലൂടെ, വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനിലൂടെ എയിംഡ് അറ്റ് ബൂസ്റ്റിംഗ് ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ, അതിന്റെ ആ ഒരു മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിനൊക്കെ നടത്തിയത്. ആൻഡ് ക്രിയേറ്റിംഗ് ഗ്ലോബൽ പ്രൊഡക്ട്സ് വിത്ത് ഇന്ത്യൻ റൂട്ട്സ്, അതായത് ഇന്ത്യൻ റൂട്ട്സിൽ
എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഗ്ലോബൽ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.